നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും SRHൻ്റെ ആരാധകർ ഹാപ്പിയാണ്. അവരുടെ ടീം അവരാഗ്രഹിച്ച പോലെ ഒരു ബാറ്റിംഗ് പ്രകടനം നടത്തിയിരിക്കുന്നു. ഇന്നലെ ബാറ്റ് കമൻസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ കളിക്കേണ്ടത്, ഞങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. 6 മത്സരങ്ങളിൽ ഇപ്പോൾ കളി കഴിയുമ്പോൾ കഴിഞ്ഞ 6 മത്സരങ്ങളിലെ സ്ഥിതിവിശേഷം നോക്കുക. തുടർന്ന് 4 തോൽവികൾ. ആദ്യ കളി വിജയിച്ചു, ഇപ്പോൾ അവസാന കളിയും ഈ 6 കളികളിൽ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കളികളിലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ആ കുറിപ്പുണ്ടായിരുന്നു എന്നാണ് ട്രാവിസ് ഹെഡ് പറയുന്നത്. ആരുടെ? അഭിഷേക് ശർമ്മയുടെ പോക്കറ്റിൽ. ദിസ് ഈസ് ഫോർ ഓറഞ്ച് RB എന്നുള്ളത്. ഒടുവിൽ അത് പുറത്തെടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് എന്ന് ട്രാവിസ് ഹെഡ് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാ SRH ആരാധകർക്കും പറയാനുണ്ടാവുക. അഭിഷേകിന് ഇങ്ങനെ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓഫ് കോഴ്സ് ചില ലക്കി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതും നോ ബോളും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ അവസരം മുതലെടുത്തു അദ്ദേഹം അടിച്ചു. അത് റെക്കോർഡിലേക്കാണ് പോയത്. 141 എന്ന് പറയുമ്പോൾ IPLൻ്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോറാണത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. കൂടാതെ പാറ്റ് കമിൻസ് പറഞ്ഞ കേട്ടില്ലേ, ഞാൻ അഭിഷേകിൻ്റെ വലിയൊരു ഫാനാണെന്ന്. അതുപോലെ ശ്രേയസ് അയ്യർ പറയുന്നു ഇങ്ങനൊരു ഇന്നിങ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. സോ എല്ലാ കയ്യടികളും അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ലക്കാണ്, പിന്നെ റോഡ് പിച്ചല്ലേ എന്നൊക്കെ കമൻ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് IPLലെ മിക്ക പിച്ചുകളും. വളരെ എക്സെപ്ഷണലായിട്ട് ചില പിച്ചുകൾ സംഭവിക്കാറുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ഹൈദരാബാദിൽ തന്നെ ഇതിന് മുമ്പത്തെ മത്സരത്തിലെ പിച്ച് എന്തായിരുന്നു, അപ്പോൾ അതൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് എപ്പോഴും T20-യിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരാളുടെ പ്രകടനത്തെ നമ്മൾ അംഗീകരിക്കുക എന്നതിന് പകരം അതിനെ ഇകഴ്ത്തി കാണിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് എന്ന് നോക്കുന്നവരുണ്ടാവും. ദോഷൈക ദൃക്കുകൾ അവരങ്ങനെ തുടരട്ടെ എന്ന് ഇതിൽ പറയാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ സൂര്യകുമാർ യാദവ് അഭിഷേകിൻ്റെ ഈ സെഞ്ചുറിയിൽ എത്രത്തോളം സന്തോഷവാനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടില്ലേ? അതുപോലെ അഭിഷേക് പറഞ്ഞില്ലേ കളി കഴിഞ്ഞിട്ട് സ്പെഷ്യൽ മെൻഷൻ ടു യുവി പാജി ആൻഡ് സൂര്യകുമാർ യാദവ് എന്ന്. അതാണ് ഇതിലൊരു ബ്യൂട്ടി. ഏത് വ്യത്യസ്ത ഫ്രാഞ്ചൈസിക്ക് കളിച്ചാലും അവർ തമ്മിലുള്ള ബന്ധവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ അവിടെ അങ്ങനെ തന്നെ തുടരുന്നുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വീണ്ടും ഫോമിലേക്ക് എത്തി അഭിഷേക് എന്ന് മാത്രമല്ല സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ആരാധകർക്ക് വലിയ സന്തോഷം. 246 അവർ ചേസ് ചെയ്ത് വിജയിക്കുന്നു. അതും എഫേർട്ട്ലെസ് ആയിട്ട് വിജയിച്ച പോലെയാണ്. വലിയ സ്ട്രഗിളൊന്നുമില്ലാതെ വിജയിച്ച് കയറി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. 51 പന്തിൽ നിന്നാണ് 141 റൺസ് അഭിഷേക് ശർമ്മ അടിച്ചെടുത്തത്. നമ്മൾ ഈ കളിയുടെ രത്ന ചുരുക്കം പറഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 245 റൺസാണ് അടിച്ചത്. ശ്രേയസിൻ്റെ 82 റൺസ്, പ്രഭ് സിമ്രാൻ്റെ 42 റൺസ്, ആര്യയുടെ 36 റൺസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം ഹർഷൽ പട്ടേലിൻ്റെ 42-ന് 4 വിക്കറ്റ് വീഴ്ത്തിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്ത് അഭിഷേകിൻ്റെ 141 ഹെഡിൻ്റെ 66 ചേരുമ്പോൾ തന്നെ കിടിലൻ തുടക്കം കിട്ടുകയും ഒടുവിൽ അവരത് വിജയിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ ഓരോ കളിക്ക് ശേഷവും നമ്മൾ റിവ്യൂ നടത്താറുണ്ട്. നമ്മുടെ ഈ റിവ്യൂ വീഡിയോകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലെ നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഈ കളിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഭിഷേകിൻ്റെ 141 ഇത് തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ അത് മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്, അതുകൂടി നമ്മളൊന്ന് നോക്കണം. ഇപ്പോൾ 250-ന് മുകളിൽ 260-ഓ 270-ഓ ഒക്കെ അടിക്കുമെന്ന് തോന്നിച്ച രൂപത്തിലാണ് PBKS മുന്നോട്ട് പോയത്. അവരെ ഇങ്ങനെ ഈ ഒരു സ്കോറിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കൈയടിക്കേണ്ടത് ഹർഷൽ പട്ടേലിനാണ്. ഹർഷൽ പട്ടേൽ 42 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയെടുത്താണ് അറ്റ്ലീസ്റ്റ് ഒരു 20 റൺസെങ്കിലും PBKSൻ്റെ ടോട്ടലിൽ കുറഞ്ഞു പോയത്. അതാണ് SRHന് ഒടുവിൽ വലിയ രൂപത്തിൽ ഗുണകരമായി മാറിയിരിക്കുന്നതും. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോക്കി ഫെർഗൂസിന് പരിക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ളതാണ്. ഇങ്ങനെ ഫ്രീ ഹിറ്റിംഗ് തുടരുമായിരുന്നുവോ? ഇപ്പോൾ PBKSനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ പിൻവാങ്ങൽ ഇനിയിപ്പോൾ വരുന്ന മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഈ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഈ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ അഭിഷേകിൻ്റെ സെഞ്ചുറി മാത്രമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ വേറൊരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷാമിക്ക് കിട്ടിയ കിട്ടലാണ്. 4 ഓവറിൽ 75 റൺസ്.
അദ്ദേഹം എറിഞ്ഞ അവസാന ഓവറിൽ അവസാനത്തെ 4 പന്തുകൾ സ്റ്റോയിൻസ് സിക്സറിന് അടിച്ചു പറത്തി. എന്താണ് ഷമിക്ക് സംഭവിക്കുന്നത്? കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ നമ്മളെയൊക്കെ വലിയ ആവേശത്തിലേക്ക് കൊണ്ടുപോയ മുഹമ്മദ് ഷമി അതിനുശേഷം പരിക്ക് പറ്റി തിരികെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ മികവ് എവിടെയോ നഷ്ടമായോ എന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. വളരെ അനായാസം അദ്ദേഹത്തെ ബാറ്റർമാർ കൈകാര്യം ചെയ്യുന്നു. അത് ഈ കളിയിൽ മാത്രമല്ല, മറ്റ് കളികളിലും നമ്മളത് കാണുന്നുണ്ട്. സോ ഷമിയുടെ ഡിക്ലൈനിങ് ഒരു ഇന്ത്യൻ ടീം ആരാധകന് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ഈ കളിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഷമി അങ്ങനെ എക്സ്പെൻസീവ് ആകുമ്പോഴാണ് ഹർഷൽ പട്ടേൽ 42-4 അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം, പ്രത്യേകിച്ച് ശ്രേയസ് അയ്യരെയും അതുപോലെ മാക്സ്വെലിനെയും ഒക്കെ തുടരെ പറഞ്ഞുവിട്ട ആ ഓവറൊക്കെ കളിയിലേക്ക് SRHനെ തിരികെ കൊണ്ടുവന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ശ്രേയസ് അയ്യരുടെ പ്രകടനം. ശ്രേയസ് അയ്യർ അതുപോലെ തന്നെ KL രാഹുൽ രണ്ടുപേരും മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ T20 സെലക്ടേഴ്സിനെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. രണ്ടുപേരും ഇപ്പോൾ T20 ടീമിലില്ലല്ലോ, ഇന്ത്യയുടെ T20 ടീമിലില്ല. പക്ഷേ T20 ടീമിലേക്ക് അവർ തീർച്ചയായിട്ടും ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ പ്രകടനത്തിലൂടെ. ഇന്നലത്തെ ശ്രേയസ് അയ്യരുടെ പ്രകടനം നോക്കുക, 36 പന്തിൽ നിന്നാണ് 6 4 6 6 അടക്കം 82 റൺസ് അദ്ദേഹം അടിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, T20യിൽ ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ നമ്പർ 3 ആണെന്ന്. ആ നമ്പർ 3യിൽ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സോ അതും ഈ ഒരു കളിയുടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ലെക്കിൻ്റെ കാര്യം, ആ നോബോളിലെ സംഭവവും അതുപോലെ തന്നെ യശ്വന്ദ്ര ചാഹലിക്ക് കിട്ടിയ ക്യാച്ച് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തത്, ഇതൊക്കെ ഭാഗ്യം ധൈര്യവാന്മാർക്കൊപ്പം നിൽക്കും എന്നങ്ങ് പറയുകയേ നിവൃത്തിയുള്ളൂ. മിക്ക കളികളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നതുകൂടി നോക്കുക. ഏതായാലും ഒരു കിടിലൻ മത്സരമായിരുന്നു. അപ്പോൾ അതിൽ ഒടുവിൽ വളരെ ഫിയർലെസ് ആയിട്ട് കളിച്ച SRH വിജയിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ SRHന് അവരുടെ ആത്മവിശ്വാസം തിരികെ കിട്ടുകയാണ്. എത്ര വലിയ സ്കോറാണെങ്കിലും അവർക്ക് അടിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. അവരുടെ ബാറ്റർമാർ വീണ്ടും ക്ലിക്കാവുന്നു, ട്രാക്കിലാവുന്നു എന്നുള്ളത് SRHന് വളരെ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് സ്കോർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാം. PBKസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പ്രിയാൻ ഷാരിയ കഴിഞ്ഞ കളിയിൽ CSK എടുത്തിട്ട് അലക്കിയ അതേ പ്രിയാൻ ഷാരിയ, അദ്ദേഹം അതേ മികവ് തുടരുകയാണ്. 13 പന്തിൽ നിന്നാണ് 2 4 4 6 അടക്കം അദ്ദേഹം 36 റൺസ് അടിക്കുന്നത്. പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ കിടിലൻ തുടക്കം, 23 പന്തുകൾ 7 4 1 6 42 റൺസ് അദ്ദേഹവും അടിച്ചു. ഈ 2 താരങ്ങൾ, അൺക്യാപ്ഡ് ആയിട്ടുള്ള ഈ 2 താരങ്ങൾ PBKസിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അവരുടെ മുൻനിരയിൽ ബാറ്റിങ്ങിൻ്റെ ടോപ്പ് ഓർഡറിൽ നടത്തുന്ന ഈ പ്രകടനമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും മറ്റു പല ടീമുകൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ CSK പോലുള്ള ടീമുകൾ ഷെയ്ഖ് റഷീദിനെ പോലെയുള്ളവരൊക്കെ ബെഞ്ചിലിരുത്തുകയാണ്. എത്രയൊക്കെ അവരുടെ ബാറ്റിംഗ് തകർന്നിട്ടും അവസരം കൊടുക്കുന്നില്ല. അതേസമയം അദ്ദേഹത്തോടൊപ്പം അണ്ടർ-20 ടീമിൽ, അണ്ടർ-19 ടീമിലൊക്കെ കളിച്ചിട്ടുള്ള രഘുവൻഷിയെ പോലെയുള്ള താരങ്ങളൊക്കെ അവരുടെ മികവ് ഓൾറെഡി IPL കാണിച്ചു കഴിഞ്ഞു. സോ ആരെങ്കിലും വിശ്വാസമർപ്പിച്ച് യുവതാരങ്ങൾക്ക് അവസരം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് വരാതിരിക്കില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രിയാൻ ഷാരിയുടെയും പ്രഭ്സിമ്രാൻ സിംഗിൻ്റെയും ഒക്കെ കാര്യത്തിൽ കാണുന്നത്. പ്രിയാൻ ഷാരിയുടെ കാര്യത്തിൽ റിക്കി പോണ്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനൊരു സ്പെഷ്യൽ പ്ലെയറാണ് എന്നെനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്, വേണ്ട അവസരങ്ങൾ കൊടുക്കുമെന്ന്, അത് കൊടുക്കുന്നു, അതിൻ്റെ റിസൾട്ടും വരുന്നു. പിന്നെ ശ്രേയസ് അയ്യർ 36 പന്തുകളിൽ നിന്ന് 82 റൺസ്, 6 4 6 6. അയ്യരൊക്കെ വേറെ ലെവലായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം. നഹാൽ വധേര 22 പന്തിൽ നിന്ന് 27 റൺസാണ് അടിച്ചത്. ശശാങ്ക് 3 പന്തിൽ നിന്ന് 2 റൺസാണ് അടിച്ചത്. ഗ്ലെൻ മാക്സ്വെൽ നോക്കുക, 3 റൺസ് മാത്രമേ അടിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രഗിളിങ് തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫോം വീണ്ടെടുക്കേണ്ടതുണ്ട്. മാർക്കസ് സ്റ്റോയിനിസ് ആണ് പിന്നെ 245-ലേക്കെങ്കിലും അവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 250 കടന്ന് പറക്കുമെന്ന് കരുതിയ അതേ ഇന്നിങ്സ് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ഹർഷൽ പട്ടേലാണ്. ഏതായാലും സ്റ്റോയിനിസിൻ്റെ അവസാനത്തെ വെടിക്കെട്ട്, ആ 4 പന്തുകൾ സിക്സറിലേക്ക് പറത്തിയത്, അത് 11 പന്തിൽ നിന്ന് 34 റൺസ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അതിൻ്റെ റിസൾട്ടാണ് 245-6. ഇതിലൊരിക്കൽ കൂടി പറയുന്നത്, മുഹമ്മദ് ഷമി 4 ഓവറിൽ 75 റൺസ് എന്ന് പറയുമ്പോൾ IPL ഒരു ഇന്ത്യൻ താരത്തിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്പെല്ലാണ് അവിടെ പിറന്നിരിക്കുന്നത്. നാണക്കേടിൻ്റെ റെക്കോർഡാണിത്. അതേസമയം പാറ്റ് കമിൻസ് 4 ഓവറിൽ 40 റൺസാണ് വിട്ടുകൊടുത്തത്. ഹർഷൽ പട്ടേൽ 4 ഓവറിൽ 42 റൺസിന് 4 വിക്കറ്റിൽ വീഴ്ത്തി. ഇസ്ഹാൻ മലിംഗയുടെ കാര്യം പറയണം, 4 ഓവറിൽ 45 റൺസ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പിന്നെ പറയണ്ടല്ലോ,
അഭിഷേകും ട്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് കാര്യങ്ങളങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. തുടരെ മാർക്കോ യൻസനെ ബൗണ്ടറിക്ക് പറത്തിക്കൊണ്ട് അഭിഷേകാണ് തുടങ്ങിയത്. പിന്നെ ട്രാവിസ് ഹെഡ് ഹർഷ്ദീപിനെതിരെയും അതേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞ PBKs അവരെ സഹായിക്കുകയും ചെയ്തു. 37 പന്തിൽ നിന്ന് 66 റൺസാണ്. 37 പന്തിൽ നിന്ന് 66, 9 4 3 സിക്സറുമാണ് ട്രാവിസ് ഹെഡിൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഗ്ലെൻ മാക്സ്വെല്ലുമായിട്ടൊന്ന് കോർക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അഭിഷേക് ശർമ്മ 55 പന്തുകൾ, 14 4ഉം 10 സിക്സറും, 286.36 സ്ട്രൈക്ക് റേറ്റിൽ 141 റൺസ്, 19 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി, 40 പന്തുകളിൽ നിന്ന് സെഞ്ചുറി. സോ അഭിഷേക് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഹെൻറി ക്ലാസൻ അതുപോലെ ഇഷാൻ കിഷൻ അവരാണ് കളി ഫിനിഷ് ചെയ്തത്. ഹെൻറി ക്ലാസൻ 14 പന്തിൽ നിന്ന് 2 4 ഒരു 6 അടക്കം 21 റൺസുമായിട്ട് പുറത്താകുന്നു. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ 6 പന്തിൽ 9 റൺസും നേടി. അപ്പോൾ ഇതിൽ ഒരിക്കൽ കൂടി നമ്മൾ എടുത്തു പറഞ്ഞു, ലക്കിൻ്റെ ഫാക്ടറുണ്ട് ഇല്ലെന്നല്ല, അത് വെച്ചുകൊണ്ട് അഭിഷേകിൻ്റെ പ്രകടനത്തെ മോശമായി കാണേണ്ടതില്ല. ഈ കളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിഷേകിൻ്റെ സെഞ്ചുറി മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതിൽ അഭിഷേകിൻ്റെ സെഞ്ചുറി നമുക്ക് സന്തോഷം പകരുമ്പോൾ മുഹമ്മദ് ഷാമിയുടെ ബൗളിങ്ങിലെ മോശം പ്രകടനം ഇന്ത്യൻ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ഒന്നാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഹർഷൽ പട്ടേലിൻ്റെ ഈ ഒരു മികവ് കാണാതിരിക്കരുത്. പിന്നെ ശ്രേയസ് അയ്യർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. T20 ടീമിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിയെത്തണം, ഇന്ത്യൻ ടീമിലേക്ക്. അത് സാധിക്കുമെന്നുള്ളതും കണ്ടറിയണം. ഏതായാലും കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.